गैंग रेप करा, उसके भाई को मार दिया, 6 महीने वो वेंटिलेटर पे रही, उसके बावजूद आप उस कन्विक्टेड आदमी को बाहर छोड़ रहे। आप हमारी देश की बेटियों को क्या बताना चाहते हैं? ബ്രാഹ്മണാധിപത്യമുള്ള ഉന്നാവോ ജില്ലയിലെ ഏറ്റവും പ്രമുഖ ഠാക്കൂർ നേതാവ്, 22% ബ്രാഹ്മണ വോട്ടർമാരുള്ള മേഖല. ഒരു ക്രൈം സിനിമയിലെ വില്ലൻ പോലും ചെയ്തു കണ്ടിട്ടില്ലാത്ത തരം നീചമായ സംഭവങ്ങളാണ് ഉന്നാവ് കേസിന്റെ നാൾ വഴി. ഉന്നാവിലെ പ്രബലൻ രാജഭയ്യ എന്ന ഗ്യാങ്സ്റ്റർ രാഷ്ട്രീയ നേതാവ് രഘുരാജ് പ്രതാപ് സിംഗ് അടക്കം സുഹൃത്തുക്കൾ, ജ്വല്ലറി ബിസിനസ്സും ഗുണ്ടായിസവും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും. ഠക്കൂർ ബ്രാഹ്മൺ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലെത്തിച്ച് 3 പാർട്ടികളിലൂടെ 4 വട്ടം നിയമസഭാംഗമായ BJP നേതാവ്. ഇതെല്ലാമാണ് കുൽദീപ് സിംഗ് സെങ്കാർ. തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ ജീവിത തുടക്കം, പിന്നീട് മായാവതിയുടെ BSPയിലേക്ക്. ഉന്നാവ് സദർ മണ്ഡലത്തിൽ നിന്ന് 24% വോട്ടോടെ MLA. ആ സീറ്റ് അന്ന് BSP നേടുന്നത് ആദ്യമായിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് മായാവതി സെങ്കാറിനെ പുറത്താക്കി, നേരെ സമാജ്വാദി പാർട്ടിയിൽ. 2007 ബംഗാർമവ് മണ്ഡലത്തിലേക്ക് മാറി അവിടെ നിന്ന് SPക്ക് വേണ്ടി 28% വോട്ടോടെ വിജയം. 2012 മണ്ഡലം മാറി ഭഗവത് നഗറിൽ നിന്നും SP സ്ഥാനാർത്ഥിയായി 33% വോട്ടുകൾക്ക് വിജയം. എന്നാൽ 2015 ഭാര്യ സംഗീത സിംഗ് സെങ്കാർ SP വിമതയായി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിച്ചു ഉന്നാവിൽ. ഇതോടെ SPയുമായി തെറ്റി നേരെ BJPയിലേക്ക്. 2017 അതുവരെ BJP ജയിച്ചിട്ടില്ലാത്ത ബംഗർമൌവിൽ സെങ്കാർ ജയിച്ചു കയറി വർദ്ധിത വീര്യത്തോടെ 43% വോട്ട്. 2017 ജൂൺ 4 പോക്സോ കേസിനാസ്പദമായ സംഭവം. ജോലി ആവശ്യപ്പെട്ട് സമീപിച്ച 16 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. ഡ്രൈവറും സഹായികളുമടക്കം കൂട്ടബലാത്സംഗം. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു UP രാഷ്ട്രീയത്തിലും ഇന്ത്യൻ മാധ്യമങ്ങളിലും. പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകളായി ഉന്നാവ് കേസ് മാറി. പക്ഷേ യോഗി സർക്കാർ അധികാരത്തിൽ വന്നയുടനെ വന്ന കേസിൽ അവർ ക്ഷീണമാകാതിരിക്കാൻ കുൽദീപ് സിംഗ് സെങ്കാറിന് അനുകൂലമായി നിലപാടെടുത്തു. പരാതിക്കാരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ അമ്മാവനെയും പിതാവിനെയും വ്യാജ കേസിൽ കുടുക്കി. എന്നാൽ രാഷ്ട്രീയ വിവാദം തുടർന്നു. കേസ് CBIക്ക് വിടേണ്ടി വന്നു. അലഹബാദ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. FIR വന്നു. 2018 ഏപ്രിൽ 13 CBI അറസ്റ്റ്. സെങ്കാർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ബലാത്സംഗ കുറ്റം CBI സ്ഥിരീകരിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 4 വകുപ്പുകൾ ചുമത്തപ്പെട്ടു. 2019 ഡിസംബറിൽ പോക്സോ കേസിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ അന്നത്തെ BJP MLA ആയ സെങ്കാർ ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ നേതാവിന്റെ പ്രതികാരം തീർന്നില്ല. പരാതിക്കാരിയുടെ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പോലീസിന് ഉപയോഗിച്ച് ഇരയുടെ പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തലുണ്ടായി. മറ്റൊരു ക്രൂരത കൂടി സംഭവിച്ചു. 2019 ജൂലൈ 28 ഇരയെ തീർക്കാൻ പദ്ധതി തയ്യാറാക്കി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു ട്രക്ക് ഇരയുടെ വാഹനത്തിൽ വന്നിടിച്ചു. ആ യാത്രയിൽ മാത്രം പോലീസ് സുരക്ഷ ഇല്ലായിരുന്നു. അതുവരെയും അലഹബാദ് ഹൈക്കോടതി ഇടപെട്ട് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരയുടെ 2 ബന്ധുക്കളടക്കം കൊല്ലപ്പെട്ടു. അവൾക്കും അഭിഭാഷകനും ഗുരുതരമായി പരിക്കേറ്റു. കൊലപാതക ശ്രമം, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ കേസിൽ തെളിയിക്കപ്പെട്ടു. ഇതിനിടെ യോഗി ആദിത്യനാഥിന്റെ വസതിയിൽ ചെന്ന് ആത്മാഹുതിക്ക് ശ്രമിച്ച കുട്ടിയാണ് ഈ കേസിലെ ഇര. കേസിൽ ഇരയ്ക്കൊപ്പം ശക്തമായി നിന്ന അമ്മാവനെ കൂടി തീർക്കാനായിരുന്നു കാർ ആക്സിഡന്റിലെ പദ്ധതി. അയാൾക്കെതിരെ വ്യാജ കേസുകളും അറസ്റ്റുമുണ്ടായി. എന്നാൽ SP BSP കോൺഗ്രസ് പ്രതിഷേധമുയർന്നു. മനുഷ്യാവകാശ സംഘടനകളും ആംനസ്റ്റിയും ഇടപെട്ടു. ഇതോടെ നേതാവിനെ സസ്പെൻഡ് ചെയ്തു BJP. പ്രതിയുടെ സഹോദരൻ മനോജ് സിംഗ്, ഡ്രൈവർ ശശി സിംഗ്, സഹായികളടക്കം 10 പേർ കേസിൽ പ്രതികളായി. കേസ് അലഹബാദ് ഹൈക്കോടതി ലക്നൗ ബെഞ്ചിൽ നിന്ന് ഡൽഹി തീസ് ഹസാരി കോടതിയിലേക്ക് സുപ്രീം കോടതി ഇടപെട്ട് മാറ്റി. 2019 ഓഗസ്റ്റിൽ BJP സെങ്കാറിനെ പുറത്താക്കി. പക്ഷേ നിയമസഭാംഗത്വം റദ്ദാക്കപ്പെട്ടില്ല. ഒടുവിൽ ജീവപര്യന്തം തടവ് ശിക്ഷ, ബലാത്സംഗ കേസും കൊലക്കേസും, 7 വർഷത്തോളം ജയിൽവാസം. ഇപ്പോൾ ഡിസംബർ 23 ഡൽഹി കോടതി കുൽദീപിന്റെ ശിക്ഷ മരവിപ്പിച്ചു. 7 വർഷവും 5 മാസവും ജയിൽ ശിക്ഷ അനുഭവിച്ചുവെന്ന് കാട്ടിയായിരുന്നു നടപടി. ഇരയുടെ അമ്മയും ആക്ടിവിസ്റ്റുകളും രാജ്യം മുഴുവനും പ്രതിഷേധിച്ചു.
CBI ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതി തൽക്കാലത്തേക്ക് ഡൽഹി കോടതി നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. അസാധാരണ കേസ് എന്നതായിരുന്നു കാരണം. ഏതായാലും തൽക്കാലം സെങ്കാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. പക്ഷേ അധികാരവും പണവും ഉപയോഗിച്ച് പോലീസിനെ വിലക്കെടുത്ത് നടത്തിയ ക്രൂരതകളുടെ ജീവിക്കുന്ന മുഖമാണ് കുൽദീപ് സിംഗ് സെങ്കാർ. ആ ഇരയും അമ്മയും ഇപ്പോഴും നീതിക്കായി അലയുന്നുവെന്നതാണ് റിയൽ ഇന്ത്യയിലെ ഇല്ലാത്ത സ്ത്രീനീതിയുടെ റിയാലിറ്റി.